ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിവിനെ ഇല്ലാതാക്കുമെന്ന് അച്ഛൻ വാശിയോടെ ഫോണിലൂടെ പറയുന്നവൾക്ക് രാഗിണിയും അച്ഛന്റെ പുറകെ കാർ എടുത്ത് ഇറങ്ങി തിരിക്കുക. മുന്നേ ബൈക്ക് ഓടിച്ചു പോയ നിവിനെ പിന്തുടർന്ന് ജയപാലനും ചെല്ലുന്നു. ഒരു വളവ് തിരിയുമ്പോഴേക്കും അയാൾ മുന്നിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന നിവിനെ കാണുകയും പകയുള്ളൊരു ചിരിയോടെ അവന്റെ പുറകെ വണ്ടിയോടിച്ച് ചെന്ന് ഹോൺ അടിക്കുമ്പോഴേക്കും നിവിനും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയും നിർത്താതെ ഹോൺ അടിച്ചുകൊണ്ട് ജയപാലൻ തന്റെ പുറകെ വരുന്നത് നിവിനും ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ പുറകെ വാശിയോടെ സ്പീഡിൽ വണ്ടിയോടിച്ച് ജയപാലൻ അവന്റെ വണ്ടിയിൽ കൊണ്ടുചെന്ന് കാർ ഇടിക്കുമ്പോഴേക്കും നിവിനും വണ്ടി മറിഞ്ഞ് താഴോട്ട് വീഴുകയാണ്. ആ സമയത്ത് ജയപാലനെ തിരഞ്ഞിറങ്ങിയ രാഗിണിയും ആ വളവും തിരിഞ്ഞ് അങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു. ആക്സിഡന്റായ നിവിനും റോഡരികിൽ കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോഴേക്കും ജയപാലനും ചിരിയുടെ വിജയഭാവത്തിൽ അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ക്രൂരതയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് എന്ന് വേദന കൊണ്ട് പുളയുന്നതിനിടയിലും നിവിൻ വിളിച്ചു പറയുന്നു. ജയപാലനും പരിഹാസ ചിരിയോടെ അവന്റെ അരികിലേക്ക് ചെന്നിരുന്ന് എന്താടാ ഹെൽപ്പോ? എടാ കുറച്ചു മുമ്പേ മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ ആയിരുന്നല്ലോ നിന്റെ നാവ്, ഇപ്പൊ ഞരക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന് ചോദിക്കേ പ്ലീസ് എന്ന് നിവിൻ വീണ്ടും കെഞ്ചുന്നുണ്ട്. നീ എന്തുവാടാ പറഞ്ഞത്? എന്റെ മോളെ കഴുത്തിൽ കല്ല് കെട്ടി കയത്തിൽ താഴ്ത്താൻ, അല്ലെങ്കിൽ അവളെ നാട്ടുകാര് തല്ലിക്കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? എടാ എന്തായാലുമേ അവളുടെ കാര്യമോർത്ത് നീ വിഷമിക്കണ്ട. മുകളിൽ നിന്നുള്ള വിളിയെ നിനക്ക് വന്നടാ. അതുകൊണ്ട് ആദ്യം നീ കാലിന്റെ അടുത്തേക്ക് അങ്ങ് പോ. അല്ല നിന്റെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നോക്കി നിന്ന കണ്ണാടാ ഇത്. ഈ കണ്ണുകൊണ്ട് നിന്റെ ചാവ് കാണാൻ വയ്യടാ. അതേ മോനെ ജയപാൽ ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഡാ മക്കളെ പിണക്കുമൊന്നും വിചാരിച്ചിക്കല്ലേടാ. കേട്ടോടാ എന്ന് പല്ലുഞരിച്ച് പറഞ്ഞ് ജയപാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നിവിൻ വീണ്ടും സഹായത്തിനായി കൈ നീട്ടുന്നുണ്ടെങ്കിലും ജയപാലനും ഒരു ചിരിയോടെ കാറിലേക്ക് കയറി എന്റെ അടുത്താ കളി എന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് പോവുകയാണ്. ആ സമയത്ത് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ അതുവഴി വരികയും അവിടെ വണ്ടി നിർത്തി നോക്കുകയും ചെയ്യുന്നുണ്ട്. പുറകിലിരിക്കുന്നവൻ എടാ എന്തിനാടാ നിർത്തിയത്, വിട്ടുപോ അല്ലെങ്കിൽ വള്ളിക്കെട്ടാവും എന്ന് പറയേ എടാ എന്നാലും എന്ന് മുൻപിലിരിക്കുന്നവനും പറയുന്നുണ്ട്. ഒരെന്നാലുമില്ല വണ്ടി എടുക്കടാ എന്ന് പറയുന്നവൾക്ക് അവനും വണ്ടി എടുത്തു പോവുക. അപ്പോഴാണ് അച്ഛനെ തിരഞ്ഞിറങ്ങിയ രാഗിണിയും അതുവഴി വരുന്നത്. ആക്സിഡന്റായി റോഡ് സൈഡിൽ വീണെടുക്കുന്ന നിവിനെ കണ്ട് രാഗിണി വണ്ടി നിർത്തി ഓടി ഇറങ്ങി വന്ന് നിവിനെ കണ്ണു തുറക്ക് നിവിൻ, നിവിനെ കണ്ണു തുറക്ക് നിവിൻ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോഴേക്കും അതുവഴി ബൈക്കിൽ വരികയായിരുന്ന രണ്ടുപേർ അവിടെ നിർത്തി എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ചേട്ടാ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ആക്സിഡന്റ് ആയത് എന്ന് പറഞ്ഞു വീണ്ടും നിവിനെ കണ്ണു തുറക്ക് നിവിൻ എന്ന് വിളിച്ചവൾ നിലവിളിക്കുമ്പോഴേക്കും അവരും വണ്ടി നിർത്തി സഹായിക്കാൻ എത്തുകയാണ്. രാത്രി നരേൻ തന്റെ വീട്ടിലെത്തി കാർ നിർത്തി ഇറങ്ങുമ്പോഴേക്കും കാറിന്റെ ശബ്ദം കേട്ട് ഗായത്രിയും സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കി നിൽപ്പാ. നരേനെ കാണുന്ന അവൾ മുൻവശത്തെ ഡോറിന് പിറകിൽ മറഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് കയറി വന്ന നരേനും ഗായത്രിയെ കണ്ട് ഹാ ഇളയമ്മയോ എന്താ പിണക്കത്തിലാ എന്ന് ചോദിച്ച് കയ്യിൽ പിടിക്കുമ്പോഴേക്കും നീ തുടരു തന്നെ എന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയെ ഗായത്രി. അത് കാണുന്ന ശിവരാജനും പിന്നെയും തുടങ്ങി ഡ്രാമ എന്ന് പിറുക്കുന്നുണ്ട്. എന്താ ഇത് ഇളയമ്മേ എന്ന് നരേൻ ചോദിക്കേ നിന്റെ അഭിനയമൊന്നും വേണ്ട, ഒരു സ്നേഹവുമില്ല നിനക്ക്, ഞാനും നിന്റെ ഇളയച്ചനും ഈ വീട്ടിൽ നിന്ന് തന്നെ പോവുക എന്ന് പരിഭവത്തോടെ ഗായത്രി പറയുന്നവൾക്ക് ഞെട്ടലോടെ എഴുന്നേറ്റ് പോവേ എങ്ങോട്ട് എന്ന് ശിവരാജനും മനസ്സിൽ ചിന്തിക്കുന്നു. അത് കേട്ട് നരേനും ഏയ് ആരപ്പ പറഞ്ഞേ അതിനെനിക്ക് എന്റെ ഇളയമ്മയോട് സ്നേഹമില്ലെന്ന് എന്ന് ചോദിക്കേ ആരെങ്കിലും പറയണോ, നിന്റെ പെരുമാറ്റം കണ്ട് അറിഞ്ഞൂടെ എന്ന് ഗായത്രി. അത് ശരി മുത്തശ്ശനും മുത്തശ്ശി എവിടെ എന്നവൻ ചുറ്റിലും നോക്കി ചോദിക്കേ അവര് മുറിയിലുണ്ട്, ഇന്നത്തെ ദിവസം ജലപാനം കഴിച്ചിട്ടില്ല എന്ന് ഗായത്രി പറയുന്നവൾക്ക് അതെന്തു പറ്റി എന്ന് നരേനും ചോദിക്കുക. അവർക്കൊരു തലതിരിഞ്ഞ കൊച്ചുമോനുണ്ടല്ലോ, അവനെ കൊണ്ടുള്ള സങ്കടാന്ന് തോന്നുന്നു എന്നവൾ പറയുന്നവൾക്ക് അത് ശരി എന്നാലേ ഞാൻ രണ്ടുപേരെയും ചെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞവൻ അകത്തേക്ക് കയറി പോവുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും ശിവരാജനും ഗായത്രിയുടെ അരികിലേക്ക് ചെന്ന് വീട് വിട്ടിറങ്ങാന്ന് നീ ശരിക്കും പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് പേടിച്ചു പോയി എന്ന് പറയേ അങ്ങനെ തന്നെയാ ഞാൻ ആദ്യം കരുതിയത്, പിന്നെ പട്ടിണി മരണം ഉണ്ടാവണ്ടാന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചതാ എന്ന് ഗായത്രി പറയുന്നുണ്ട്. അത് കേട്ട് ശിവരാജനും പട്ടിണി മരണമോ ആരുടെ എന്ന് ചോദിക്കേ നിങ്ങളുടെ, ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പട്ടിണി കിടന്ന് ചാവില്ലേ, വിശപ്പിന്റെ അസുഖമുള്ളതല്ലേ എന്ന് പരിഹാസത്തോടെ പറഞ്ഞ് ഗായത്രി അവിടുന്ന് പോവുകയാണ്. ഇപ്പൊ അതായി കുറ്റം എന്ന് പറഞ്ഞ് ശിവരാജൻ അവിടെ തന്നെ നിൽപ്പാ. ടെൻഷനോടെ ഇരിക്കുന്ന അംബികയെ ആശ്വസിപ്പിച്ച് കൂടെ തന്നെ ഇരിക്കുക രഘുനാഥ്. മോനെ ഇനി എങ്ങനെയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് അംബിക രഘുനാഥിനോടായി പറയുമ്പോഴാണ് നരേൻ റൂമിലേക്ക് കയറി വരുന്നത്. ഡോർ തുറന്ന് അവൻ നോക്കി നിൽക്കുമ്പോഴേക്കും അവനെ കാണുന്ന അംബികാമ്മയും രഘുനാഥും പരിഭവത്തോടെ മുഖം തിരിക്കുകയാണ്. അവനും അവരുടെ അരികിലേക്ക് ചെന്നിരുന്ന് സോറി ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ മുഖം തിരിച്ചിരിക്കണ കണ്ട് സോറി പറഞ്ഞില്ലേ, പക്ഷെ ഞാൻ അവിടെ വന്നിരുന്ന് നോർമലായിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോഴേ കല്യാണക്കാര്യം എടുത്തിട്ടേനെ എന്നവൻ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ ഗായത്രിയും അതുകൊണ്ട് എന്താടാ ഒരു കുഴപ്പം എന്ന് ചോദിക്കേ നരേനും എഴുന്നേറ്റ് അതൊന്നും വേണ്ട ഇളയമ്മേ എന്ന് പറയുന്നു. അതെന്താടാ വേണ്ടാത്തേ
എന്ന് ഗായത്രി ചോദിക്കേ, കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയാ എന്ന് നരേനും പറയുന്നുണ്ട്. അത് കേട്ട അംബികാമ്മയും, എത്ര കാലായിടാ നീ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് വിഷമത്തോടെ ചോദിക്കേ, കല്യാണമൊന്നും വേണ്ട മുത്തശ്ശി, അതൊന്നും എനിക്ക് സെറ്റാവില്ല എന്നവൻ പറയേ, എടാ നീ കല്യാണം കഴിച്ച് ഒരു കുടുംബം നടത്തുന്നത് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടാവില്ലേ എന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ, കല്യാണം കഴിക്കാതെയും ആൾക്കാർ ജീവിക്കുന്നില്ലേ എന്നവൻ ചോദിക്കേ, അതൊന്നും ശരിയാവില്ലടാ, എല്ലാവർക്കും ഒരു കൂട്ട് വേണമെന്ന് ഗായത്രിയും പറയുന്നുണ്ട്. എനിക്ക് കൂട്ട് നിങ്ങൾ എല്ലാരും ഇല്ലേ, ദേ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, പിന്നെ ദേ ഇളമയുണ്ട് എന്നവനൊരു ചിരിയോടെ പറയുക. ഞങ്ങൾ ഇനി എത്ര കാലടാ, അത് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്ന് മുത്തശ്ശി ചോദിക്കേ, ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ മുത്തശ്ശി, അതുപോലെയൊക്കെ തന്നെ അങ്ങ് പോവുമെന്ന് നരേനും പറയുക. നിന്റെ കല്യാണവും കുട്ടികളെയും ഒക്കെ കണ്ട് സമാധാനമായി കണ്ണടയ്ക്കാൻ നീ സമ്മതിക്കില്ലല്ലേ എന്ന് മുത്തശ്ശനും ചോദിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ടാവില്ലേ എന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവുക, എന്നിട്ട് എന്തായി എന്നവൻ ചോദിക്കുന്നവൾക്ക് വിഷമത്തോടെ പരസ്പരം നോക്കുകയാ അംബികാമ്മയും രഘുനാഥും. നിങ്ങൾക്ക് മുമ്പേ വിളിവന്ന് അവരങ്ങ് മേലോട്ട് പോയില്ലേ, അതാണ് മുത്തശ്ശ ഞാൻ പറഞ്ഞത്, ഒരു വൃത്തം വരച്ചിട്ട് അതിനകത്ത് ജീവിക്കാനൊന്നും ആവില്ല. നോക്ക്, ഓരോ ആൾക്കാരുടെയും ജീവിതം വ്യത്യസ്തമല്ലേ, അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണമെന്നുള്ള പൊതുവായുള്ളൊരു മാനദണ്ഡമൊന്നും വെക്കാനാവില്ല. ഇപ്പോ കല്യാണം കഴിക്കാതെയും നന്നായി ജീവിച്ചു പോകുന്നവരില്ലേ, കല്യാണം കഴിച്ചോണ്ട് മാത്രം നശിച്ചു പോയവരുമില്ലേ എന്നവൻ ചോദിക്കുന്നവൾക്ക് ഇവൻ LLB പഠിച്ചതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി എന്ന് അംബികാമ്മ രഘുനാഥിനോടായി പറയുകയാണ്. അവനും ചിരിയോടെ, ഞാൻ വാദിച്ചു തോൽപ്പിക്കാനൊന്നുമല്ല, നോക്കു മുത്തശ്ശി, നമുക്കിപ്പോ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, അതിപ്പോ എത്ര കാലാന്ന് നമുക്കറിയോ, ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടതെന്ന് നരൻ പറയുമ്പോഴേക്കും രഘുനാഥൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് നിന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒരു വിലയുമില്ലല്ലേ എന്ന്. ഇല്ലെന്നാരാ പറഞ്ഞത് മുത്തശ്ശ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടല്ലേ ഞാൻ ഇപ്പോ ജീവിക്കുന്നത് എന്നവൻ ചോദിക്കേ, പിന്നെ ഞങ്ങൾ പറയുന്ന ഈ കാര്യം കൂടി നിനക്ക് കേട്ടാൽ എന്താ, ഇതല്ലേ ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. അത് കേൾക്കേ നരേനും, ശരി നമുക്ക് പരിഗണിക്കാം എന്ന് പറയുന്നവൾക്ക് സന്തോഷത്തോടെ സത്യം എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട്. നേരാണോടാ നീ പറയുന്നതെന്ന് മുത്തശ്ശനും ചോദിക്കുക. പരിഗണിക്കാന്ന് പറഞ്ഞില്ലേ, ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കേ എന്ന് പറഞ്ഞ് ഗായത്രിയോടായി, ഇളയമ്മേ ആ ഭക്ഷണം എടുത്തോണ്ട് വന്നേ, ഇന്ന് ഞാനാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുന്നത് എന്ന് പറയേ. ഭക്ഷണം എടുത്തോണ്ട് വരാനോ, ഓർഡർ ചെയ്യാനേ, നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവാ എന്നിട്ട് ഓർഡർ ചെയ്യുന്ന ഗായത്രിയും പരിഭവത്തോടെ പറയുന്നുണ്ട്. ഭക്ഷണം എടുത്തുകൊണ്ടുവരാനായി മാത്രം ഞാൻ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരണോ, അതിനല്ലേ സീമ എന്ന് പറഞ്ഞവൻ സീമയെന്ന് നീട്ടി വിളിക്കുക. അവള് വീട്ടിൽ പോയി ജോലിക്ക് നിൽക്കുന്നവരെ കൂലി മാത്രമേ നോക്കുള്ളൂ, ആത്മാർത്ഥതയുണ്ടാവില്ല എന്ന് ഗായത്രി പറയുന്നവൾക്കേ, ഓ ശരി, എന്ന സീമ വേണ്ട, എനിക്ക് കൈയുണ്ടല്ലോ, ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അംബികാമ്മയും രഘുനാഥും സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും, ഇവനെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ഗായത്രിയും പറയുന്നുണ്ട്. അവൻ കല്യാണത്തിന് പാതി സമ്മതം മൂളിയിരിക്കല്ലേ, പിന്നെ നീ എന്തിനാ അവനെ നിരുത്സാഹപ്പെടുത്തുന്നേ എന്ന് അംബികാമ്മ ചോദിക്കേ. നരേനല്ലേ, അവന്റെ ഈ കാര്യത്തിൽ മാത്രം എനിക്ക് വിശ്വാസമില്ല എന്ന് ഗായത്രിയും പറയുകയാ. എന്നാ എന്റെ നെഞ്ചെ പാതി തണുത്തു കഴിഞ്ഞു അല്ല രഘുവേട്ടാ എന്ന് അംബികാമ്മ സന്തോഷത്തോടെ രഘുനാഥിനോടായി ചോദിക്കുമ്പോഴേക്കും, ശരിയാ ശരിയാ എന്ന് സന്തോഷത്തോടെ അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോഴേക്കും നരൻ അവർക്കുള്ള ഫുഡും ഒരു പ്ലേറ്റിലെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒന്നും അറിയേ, 2 കുട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കാനുണ്ട്, അതുകൊണ്ടാ എന്ന് ഗായത്രിയോടായി പറഞ്ഞവൻ അങ്ങോട്ട് വന്ന് ഒരു ചെയറിലേക്ക് ഇരിക്കുക. അവൻ ഫുഡ് എടുത്ത് മുത്തശ്ശിയുടെ നേരെഴുന്നേറ്റി കഴിച്ചേ എന്ന് പറയേ. ആദ്യം കല്യാണം എന്ന് നടത്തുമെന്ന് പറയുന്ന മുത്തശ്ശിയും, പറയാം മുത്തശ്ശി, ആദ്യം ഇത് കഴിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശിയുടെ വായിലേക്ക് ഫുഡ് കൊടുക്കേ. അവരത് വാങ്ങി കഴിക്കുമ്പോഴേക്കും നരനും സന്തോഷത്തോടെ മിടുക്കിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കാന്നറിയോ, എന്റെ ഓൾഡ് ബോയ്ക്ക് എന്ന് പറഞ്ഞവനൊരു ചപ്പാത്തി കഷ്ണമെടുത്ത് മുത്തശ്ശിന് നേരെ നീട്ടുമ്പോഴേക്കും അദ്ദേഹം പരിഭവത്തോടെ മുഖം തിരിച്ചുകൊണ്ട്, എടാ ആദ്യം കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും, അല്ലാതെ ഞാനിത് കഴിക്കില്ലെന്ന് വാശി പിടിക്കുക. എന്റെ മുത്തശ്ശ, നിങ്ങളുടെ കൂട്ടുകാരി മുത്തശ്ശിക്കുട്ടി കഴിച്ചല്ലോ, പിന്നെന്തിനാ ഈ വാശി? ദേ, വാശി കാണിച്ചാലുണ്ടല്ലോ രാത്രി കോക്കാച്ചി വന്ന് പിടിക്കും, അങ്ങനെയല്ലേ ചെറുപ്പത്തിൽ എന്നെ പേടിപ്പിക്കാറ് എന്നവൻ ചോദിക്കുന്നവൾക്ക് മുത്തശ്ശനും പൊട്ടിച്ചിരിക്കുക. അദ്ദേഹം അവൻ നീട്ടിയ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞവൻ വീണ്ടും ഓരോന്ന് പറഞ്ഞ് അവരെ സ്നേഹത്തോടെ ഫുഡ് കഴിപ്പിക്കുക. ആ കാഴ്ച കാണുന്ന ഗായത്രിയും സന്തോഷത്തോടെ അവിടെ നിന്ന് ചിരിക്കുക. മുത്തശ്ശിയും സ്നേഹത്തോടെ നരേനും ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ മതിയെന്ന് പറയുമ്പോഴേക്കും നരേനും ഭക്ഷണം കഴിപ്പിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും, എടാ നീ ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. ശരി പറയാം, ഇന്നത്തെ ആ പരിപാടി ഉണ്ടല്ലോ, എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നത്, അതിനി ആവർത്തിച്ചാൽ മേലെ ഞാൻ ഈ വീട്ടിൽ കാലുകുത്തില്ല, എല്ലാരും ഒന്ന് ഓർത്തോ എന്ന് താക്കീതോടെ പറഞ്ഞ് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുക. ഗായത്രിയും വിഷമത്തോടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അധികം സന്തോഷിക്കണ്ടെന്ന്, അവന്റെ കയ്യിൽ നിന്ന് ഇതേ കിട്ടൂ എന്ന് പറയേ. അംബികാമ്മയും സങ്കടത്തോടെ പറയുന്നുണ്ട്, അല്ലെങ്കിലും എന്റെ സന്തോഷങ്ങൾക്ക്
ഇത്രയേ ആയുസുള്ളൂ, ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞവർ സങ്കടം സഹിക്കാനാവാതെ കരയുമ്പോൾ താൻ ഇങ്ങനെ കരയില്ലടോന്ന് പറഞ്ഞ് രഘുനാഥും അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവിടെ ഹോസ്പിറ്റലിൽ കാവേരിയോട് നാളെ രാവിലെ പണം അടയ്ക്കാലോ അല്ലേ എന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്. നാളെ രാവിലെ എന്ന് കാവേരി ടെൻഷനോടെ പറഞ്ഞു നിർത്തുമ്പോൾ പണം അടച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഓപ്പറേഷൻ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റൂ. എന്താ പണത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. കാവേരിയും ടെൻഷനോടെ പറയുന്നുണ്ട്, ചെറിയൊരു പ്രോബ്ലം ഉണ്ട് മാഡം. അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്ന സമയത്താണ് നിളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ആ പണം മുഴുവൻ നഷ്ടമായി. ഇപ്പോ മാം ഇവിടെ ട്രസ്റ്റോ മറ്റോ ഉണ്ടോ? ഒരു വർഷത്തിൽ കുറെ ഓപ്പറേഷൻ സൗജന്യമായി നടത്തുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്നവൾ ചോദിക്കേ ഉണ്ടല്ലോ എന്ന സ്റ്റാഫ്. അതിൽ ഞങ്ങളുടെ നിളയെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് കാവേരി ചോദിക്കേ അതിപ്പോ പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടറുടെ സൈൻ വേണം. പിന്നെ എക്സ്പെർട്ടുകളുടെ ടീം പേഷ്യന്റിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മറ്റും ചെക്ക് ചെയ്യും. അതിനുശേഷം മാത്രമേ ഫ്രീ ഓപ്പറേഷൻ സാങ്ഷൻ ആവൂ. അതിനൊക്കെ മാസങ്ങളെടുക്കും. നിങ്ങളുടെ കേസിൽ അധികം സമയമില്ലല്ലോ എന്നവർ പറയുന്നവർക്ക് കാവേരിക്കും സങ്കടമാവുകയാ. അപ്പോഴേക്കും അതേ ഹോസ്പിറ്റലിലേക്ക് രാഗിണി ആക്സിഡന്റ് ആയ നിവിനെയും കൊണ്ടെത്തുന്നുണ്ട്. അവൾ വണ്ടി നിർത്തി ഇറങ്ങി പെട്ടെന്ന് അറ്റൻഡറെ അങ്ങോട്ട് വിളിക്കുക. അവർ പെട്ടെന്ന് സ്ട്രെച്ചറുമായി ഓടിയെത്തി നിവിനെ അതിലേക്ക് കിടത്തി അകത്തേക്ക് കൊണ്ടുപോവുകയാ. ആ സമയത്തും റിസപ്ഷൻ അരികിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫുമായി സംസാരിക്കുകയാണ് കാവേരി. മാം എന്തേലും വഴിയുണ്ടെങ്കിൽ ടെസ്റ്റുകളൊക്കെ എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് രാഗിണി നിവിനെയും കൊണ്ട് അതുവഴി വരുന്നത്. എന്തു പറ്റി മാഡം എന്നവർ ചോദിക്കുമ്പോഴാണ് സ്ട്രക്ചറിൽ കിടക്കുന്ന നിവിനെ കാവേരി ശ്രദ്ധിക്കുന്നത്. പരിഭ്രമത്തോടെ അവനെ നോക്കി നിൽക്കുന്ന കാവേരിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.